കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി ഉടനറിയാം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ചെന്താമരയെ കോടതിയിൽ എത്തിച്ചു. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് പ്രതിയെ എത്തിച്ചത്. അരുൺ ആലത്തൂർ കോടതി വളപ്പിൽ നിന്നും ചേരുകയാണ്. അരുൺ, ഇപ്പോൾ ഈ നടപടികൾ നേരത്തെ തന്നെ കോടതിയിൽ ആരംഭിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രോസിക്യൂഷനും പ്രതിഭാഗവും അവർക്ക് അവസാനമായി പറയാനുള്ള കാര്യം കോടതിയെ ധരിപ്പിക്കുകയാണോ? എന്താണിപ്പോൾ കോടതിക്കകത്ത് സംഭവിക്കുന്നത്? ഗൗതം, ശിക്ഷാവിധിക്ക് മുൻപുള്ള വാദം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം ചെന്താമരയ്ക്ക് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോസിക്യൂട്ടറായിട്ടുള്ള MJ വിജയകുമാർ ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. 2019 ഒരാളെ കൊന്ന വ്യക്തിയാണ് പ്രതി. തുടർച്ചയായിട്ടാണ് 2025 ഇരട്ടക്കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇത് മുൻകൂർ തയ്യാറെടുപ്പുകളില്ലാതെ ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ കഴിയില്ല. കൃത്യമായ മുൻകൂർ തയ്യാറെടുപ്പുകളോടുകൂടെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശിക്ഷാവിധിക്ക് മുൻപുള്ള വാദം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഈ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നുള്ള ആവശ്യം തന്നെയായിരുന്നു നേരത്തെ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളാണ്. 2019 ഓഗസ്റ്റ് 31 ഒരു കൊലപാതകം നടത്തുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ആ പ്രതികാരത്തിന് അതേ വ്യക്തിയുടെ ഭർത്താവിനെയും അതുപോലെ ഭർത്തൃമാതാവിനെയും ഒക്കെ കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി തയ്യാറാക്കി ഒരു പദ്ധതിയുടെ പ്രകാരം തൻ്റെ ഭാര്യ പിണങ്ങി പോകുന്നതിന് കാരണം അയൽവാസികളാണെന്നുള്ള വിരോധത്തിൻ്റെ പേരിൽ നടത്തിയ കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും വാദിക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഈ ശാസ്ത്രീയ തെളിവുകളും മറ്റുമൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള വാദങ്ങൾ നിരത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രതി ഇപ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്നു. പ്രതിയുടെ അടുത്ത ലക്ഷ്യം അയൽവാസിയായ പുഷ്പയായിരുന്നു. പ്രതി സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യം നടത്താൻ ഇനിയും സാധ്യതയുണ്ട്. പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ അത് വ്യക്തമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ ഇയാൾ ഇനിയും കൊലപാതകം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേതായാലും പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ എടുത്തു പറയുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സജിതയെ കൊലപ്പെടുത്തിയ പ്രതി അവരുടെ ഭർത്താവിനെയും കൊന്നു. ഭാര്യ തന്നെ വിട്ടുപോയതിന് സജിതയാണെന്ന സംശയത്തിൻ്റെ പുറത്താണ് പ്രതി കൊലപാതകം നടത്തിയത്. അവരുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരുടെ സുരക്ഷ കൂടി കോടതി പരിഗണിക്കണം. അതായത് സുധാകരൻ്റെ 2 പെൺമക്കളുടെ സുരക്ഷ കൂടി കോടതി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകുന്നതിന് നടപടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രതിഭാഗം എന്താണ് വാദിക്കാൻ പോകുന്നത്, അതായത് പ്രോസിക്യൂഷൻ്റെ വാദം കഴിഞ്ഞ് ഇനി പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുകൂടെ എന്ത് വാദമാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രതിഭാഗം വക്കീൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉൾപ്പെടെ പ്രതികരിച്ച സമയത്ത് മാധ്യമങ്ങളിലെ വാർത്ത ഉൾപ്പെടെ ജഡ്ജിയെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഈ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന തരത്തിലുള്ള വിധി ഉണ്ടായത് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ ഈ പ്രതിഭാഗം വക്കീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ പ്രതിഭാഗം അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്ക് പരമാവധി ഈ വധശിക്ഷ നൽകരുത് എന്നുള്ളത് വാദിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വധശിക്ഷയിൽ കുറവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധി ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ ഏതായാലും വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വാദം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശിക്ഷാവിധി ഇന്നിപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊരു മറ്റൊരു ദിവസത്തേക്ക് വിധിക്കാനുള്ള സാധ്യതയാണ് വളരെയേറെ ഇന്നിപ്പോൾ കാണുന്നത്. ഏതായാലും ഈ കോടതിയിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതം. ഓക്കെ അരുൺ, വ്യക്തമാണ്. എന്തായാലും ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി പുറത്തേക്കിറങ്ങി സ്വൈരവിഹാരം നടത്തിയാൽ അത് സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്ന കാര്യം കോടതിയെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. ഈ കേസിന്റെ അവസാന നടപടിക്രമങ്ങൾ ഇപ്പോഴും കോടതിക്കകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷനാണ് വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി പ്രതിഭാഗത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട ശേഷമാകും കോടതി ഇന്ന് തന്നെ വിധി പറയണോ അതോ മറ്റേതെങ്കിലും ഒരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുക എന്നതിൽ ഒരു വ്യക്തത വരൂ. കോടതി വളപ്പിൽ നിന്നും അരുൺ ആലത്തൂരാണ് ചേർന്നത്.